ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളവർക്ക് അവർക്ക് വേണ്ടി വ്യാഖ്യാനങ്ങൾ നടത്താം. അതോടൊപ്പം ഒരു കാര്യം, എല്ലാ ഇത്തരം അക്രമ സംഭവങ്ങളെയും ന്യായീകരിക്കാനും അക്രമികളെ രക്ഷിക്കാനുമുള്ളൊരു പുറപ്പാട് തന്നെയാണ് UDF ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രഥമ നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പല സ്ഥലത്തും നടന്നിട്ടുള്ള LDF ഗവൺമെൻറ് കാലത്ത് മന്ത്രിമാർക്ക് നേരെ നടന്നിട്ടുള്ള കരിങ്കൊടി പ്രകടനങ്ങൾ ആക്രമണോത്സുകമായിരുന്നു. ഞാനൊരു സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നു. കണ്ണൂരിൽ നിന്ന് 3 പേരെ ടിക്കറ്റ് എടുത്തു കൊടുത്ത് മുഖ്യമന്ത്രി കയറിയ വിമാനത്തിനകത്ത് കയറി വിമാനത്തിനകത്ത് മുഖ്യമന്ത്രി ആക്രമിക്കാൻ നടത്തിയില്ലേ? ആ 3 ആൾക്ക് എങ്ങനെയാണ് തോന്നിയത്? അതൊരു പ്ലാൻ ചെയ്ത പരിപാടിയായിരുന്നു. അന്ന് പ്ലാൻ ചെയ്ത ആളുകൾ പലരും മന്ത്രിമാരായിരിക്കും, ഇപ്പോൾ പല സ്ഥാനത്തും എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് അവർക്ക് അധികാര ദുർവിനിയോഗത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ചില സംഭവങ്ങൾ വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും എല്ലാ അതിർത്തികളെയും ലംഘിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രചരണം നടത്താനും ഒക്കെ സാധിച്ചേക്കും. പക്ഷേ ഇതെല്ലാം നിരീക്ഷിക്കുന്ന ജനങ്ങളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ജനങ്ങളുണ്ട്. ഞാൻ നിയമസാമാജികനായിരുന്ന അവസരത്തിലാണ് കോഴിക്കോട് വെച്ച് എന്നെ പോലീസ് തല്ലി എൻ്റെ പുറം ഭാഗം തോലുണ്ടായിരുന്നില്ല അടിച്ചിട്ട്. ഞാൻ എൻ്റെ പരിക്കുമായി തൊലിപോയ ശരീരവുമായിട്ട് നിയമസഭയിൽ പോയി അന്ന് ആഭ്യന്തരമന്ത്രിക്ക് മുമ്പിൽ എൻ്റെ ഷർട്ടും ബനിയനും അഴിച്ച് ഞാൻ എൻ്റെ പുറഭാഗം നിയമസഭയിൽ നടന്നു കാണിച്ച ആളാണ്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ, പണ്ട് നടന്നിട്ടുള്ള എല്ലാ അക്രമങ്ങളും നടക്കട്ടെ. 6 പേരെ വെടിവെച്ച് കൊന്നതിനേക്കാളും വലിയ സംഭവങ്ങളൊന്നും അല്ലല്ലോ. പലർക്കും ഇത്തരം അക്രമങ്ങളിൽ പങ്കാളിത്തം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇത് തനിയെ വന്നതാണോ? ഞാൻ എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതെല്ലാം പലരും സംഘടിപ്പിച്ചതാണ്. പക്ഷെ ഒരു സംശയം, ഒറിജിനൽ കേസുകാരിയാണ് ഇപ്പോൾ SIT കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അത് തിരുത്തി അന്നത്തെ ADGP ലാൻഡ് ഓർഡർ കോടതിയിൽ ഇത് വേറെ സമർപ്പിക്കുന്നത്. അപ്പോൾ സർക്കാർ അറിയാതെ അത്തരമൊരു നടപടി ഉണ്ടാവും. എനിക്ക് നിങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൈവശം ആ റെക്കോർഡൊക്കെ ഉണ്ടാവും. എൻ്റെ കൈവശം ആ റെക്കോർഡില്ല. ഉണ്ടെങ്കിൽ അത് ഞാൻ നോക്കി പറയാം. എങ്ങനെയാണ് അങ്ങനെ വന്നത്, എങ്ങനെയാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറയാൻ സാധിക്കും. അന്ന് ഗവൺമെൻറ് ശരിയായ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ആഭ്യന്തര വകുപ്പ് ശരിയായ നിലയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. കരിങ്കൊടി പ്രകടനങ്ങൾ നടത്തിയവരെല്ലാം ക്രിമിനലുകളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചില്ലേ? അങ്ങനെ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായില്ലേ? അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. വിമാനത്തിനകത്ത് ടിക്കറ്റ് എടുത്ത് കൊടുത്ത ആളുകളെ അയച്ച് അക്രമം സംഘടിപ്പിച്ചവരല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പലരും ചിലപ്പോൾ അധികാരത്തിലേക്ക് വരുന്നുണ്ടാകും. അത്തരം ആളുകളെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ടാകും. ചിലരെല്ലാം ജയിച്ചു വന്നിട്ടുണ്ടാകും. അത് സ്വാഭാവികം. ഈ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ടീമാണ് മർദ്ദിച്ചത്. ആ പ്രശ്നത്തിൽ അവരെ സംരക്ഷിക്കാനുള്ള നിലപാടിന് വേണ്ടിയിട്ടല്ലേ ഇത്തരത്തിൽ ഇതൊരു വലിയ ഒഫൻസ് അല്ല ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്കുണ്ട്. ആ അംഗരക്ഷകർ ആ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ അവരെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കൂ. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരാ മറുപടി പറയേണ്ടത്. നമുക്കിപ്പോൾ നിരീക്ഷിക്കാം, രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിക്കാം. നിരീക്ഷിക്കുന്നവർ നിരീക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് കേരളത്തിൻ്റെ ജനതാല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സമരങ്ങളും.